ഒന്നുകിൽ അറിയപ്പെടുന്നത് പറക്കോട് എന്ന പേരിലാണ് പെന്തക്കോസ്ത് സമൂഹത്തിൽ താൻ അറിയപ്പെടുന്നത്. എങ്കിലും നമ്മുടെ മധ്യത്തിൽ പ്രിയ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ നമുക്കൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിദ്യാപൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ ഒരു അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അനേക സ്ഥലങ്ങളിൽ കർത്താവ് വഹിക്കുന്ന അനേക മേഖലകളില് ദൈവം വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവഭക്തൻ കൂടിയാണ് പ്രിയ കർത്താവിന്റെ ദാസൻ. വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷകളിൽ ആയിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. തന്റെ ശുശ്രൂഷകൾ ഒക്കെ എനിക്ക് ഒരുപക്ഷെങ്കിൽ ദൂരെ നിന്ന് വീക്ഷിക്കുവാനൊക്കെ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനറൽ കൺവെൻഷനുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ വളരെ വിദൂരതയിലിരുന്ന് ഓഡിയൻസിലിരുന്ന് പങ്കെടുത്ത ഒരു അനുഭവം മാത്രമേ എനിക്കുള്ളൂ. എന്നാൽ ഇന്ന് ഒരുമിച്ച് ഇന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരവസരം നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്നെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന വിധങ്ങൾക്കായി സ്തോത്രം. നമ്മുടെ മധ്യത്തിലും ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവം തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ആത്മീയ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ മധ്യത്തിൽ ചെയ്യിക്കുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ ദൈവസന്നിധിയിൽ ആ വിഷയത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള വലിയൊരു വാഞ്ചയോടെ ദൈവസന്നിധിയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹപൂർവ്വം മാതൃകയോട് ഞാൻ നാമത്തിൽ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു യേശു ക്രിസ്തുവിനായി തെരഞ്ഞെടുക്കപ്പെട്ടു പരിശുദ്ധാത്മാവിൽ കാക്കപ്പെടുന്നു എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധ വിശേഷാൽ ഈ പ്രദേശത്തെ കർത്താവിന്റെ മതമുള്ള ശുശ്രൂഷയായി കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആദരം ചെയ്യുകയാണ്. മറ്റൊരു ശതമാനം ആളുകൾക്ക് അതിന് കഴിഞ്ഞില്ല. ജോമോൺ ഈ മീറ്റിംഗിൽ ഇവിടെ ആയിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. നീണ്ട വർഷങ്ങളുടെ ആത്മീയ ബന്ധമാണ്. സ്തോത്രം ഇങ്ങനെ നല്ല കൂടിക്കാഴ്ച കർത്താവ് തന്നതിനെയാണ്. ഒരു മാസമായിട്ട് ഞാൻ അഡലൈഡിലായിരുന്നു. അവിടെ 2 സഭകളിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷയുണ്ടായിരുന്നു. ഇവിടേക്ക് ഒരുപാട് ദൈവം അവസരം നൽകി തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രതീക്ഷ ഈ മീറ്റിംഗിൽ എന്റെ ഹൃദയം വളരെ സന്തോഷിക്കാനായി. ഇത്രയും ദൈവമക്കള് വായിട്ട് താഴെ ഇരുന്ന് ആരാധിക്കുന്നത് സ്തോത്രം പുതിയ അനുഭവമായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കുവാനായി. കർത്താവിനോട് ചോദിച്ചു, ശബ്ദത്തിന്റെ പല പ്രയാസം നാട്ടിൽ ആരാധിക്കുന്നതിനെക്കാട്ടി നല്ല ശക്തിയോടെ നിങ്ങൾക്ക് ആരാധിക്കുന്നത്. ഈ നല്ല കൂട്ടായ്മയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. സന്തോഷത്തോടെ നിത്യത്തിൽ വിശ്രമിക്കുന്ന മേരി കോരാൻഡി പ്രസംഗവേളയിൽ ഇങ്ങനെ പറയും, ഒരു സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും ആദ്യമായിട്ട് സ്തോത്രം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സ്തോത്രം പറഞ്ഞാൽ മതി. പക്ഷെ പറയുന്ന സ്തോത്രത്തിനകത്ത് ദൈവശക്തിയാണ്. സ്തോത്രത്തിനകം ഭയങ്കര പവറാ. സ്തോത്രം ഞങ്ങളെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയ മാത്യു സാറ് വളക്കാൻ തിയോളജിക്കൽ സെമിനാരിയിലെ കഥാദാസം വളക്കൽ പഠിപ്പിക്കാൻ കടന്നു. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറാണ് വണ്ടർമേഡ് ചാക്കോച്ചായി. ഇവിടെ ആരെങ്കിലും അറിയാമോ അദ്ദേഹത്തെ? സ്തോത്രം വണ്ടർമേഡ് ചാക്കോച്ച. ഈ കഥാദാസൻ ഇടുക്കിയിലെ കഥാവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന അവസരത്തിന് പുല്ലുമേഞ്ഞ ചെറിയ വീട്, ഒരു കാട്ടാന മാതവളകി ചിഹ്നം വിളിച്ചോ. സ്തോത്രം അടുത്ത് നിന്ന മരങ്ങളൊക്കെ തുപ്പിക്കൈ കൊണ്ട് പിഴുത് ദൂരെ എറിഞ്ഞ് ഒരു ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ച് വീടിനോട് സമീപിക്കുക. കർത്താവിന്റെ ദാസനും ഭാര്യയും കുഞ്ഞുങ്ങളും ആ ചെറിയ അവൻ വീടിനകത്തുണ്ട്. എന്ത് സംഭവിക്കാം? സാർ പറഞ്ഞ ഇപ്രകാരമാണ്, ആന അലറിക്കൊണ്ട് വരുമ്പോൾ അതിനേക്കാൾ ശബ്ദമുയർത്തി അപ്പച്ചൻ സ്തോത്രം പറയാനായിട്ട് അതിന്റെ ഒടുവിലെ ആന വെരുണ്ടോടിയെന്ന്
സന്തോഷത്തിന് സ്തോത്രത്തിനകത്തൊരു അനുഗ്രഹം. CPM സമൂഹത്തിന്റെ ഒരു അനുഗ്രഹത്തിന്റെ പ്രത്യേകത എല്ലാത്തിന്റെ സ്തോത്രം ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിത്തീരാം. നിങ്ങളോട് ലഭിച്ച് ഈ 1-2 ദിവസം ആയിരിക്കുന്നത് വളരെ സന്തോഷമാണ്. പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം The Book of Acts chapter 27 verses 23 to 25. 27 ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നും, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിക്കുകയും എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, എന്നോട് ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. സന്തോഷത്തോട് പറ, എന്നോട് ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അന്തരീയ കടൽ ഇളകി നിൽക്കുക, തിരമാലകൾ ആമരം തകർക്കത്തക്ക നിലയില് കേവലമായിട്ട് ഉയർന്നു നിൽക്കുക. സൂര്യനെ കണ്ടിട്ട് 14 ദിവസം, നക്ഷത്രങ്ങളെ കണ്ടിട്ട് 14 ദിവസം, ഭക്ഷണം കഴിച്ചിട്ട് പോലും 14 ദിവസം. എന്താ സംഭവിക്കാന്ന് അറിയാൻ കഴിയാതെ ഒരു വലിയ കൂട്ടം ഭയവിഹുലരായിട്ടിരിക്കുമ്പോൾ ദൈവശബ്ദം കേട്ട കർത്തൃദാസൻ പറഞ്ഞ വാക്ക് നമ്മൾ രാത്രി ഉദ്ധരിച്ചത്, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. വിശ്വസിക്കാൻ കരുത്തുള്ള ദൈവമക്കൾ വലിയ ലിസ്റ്റ് ഉണ്ടായിരിക്കാം. ശത്രുഭാഗത്തും പുറത്തും ഒരുപോലെ നിനക്കെതിരെ വെല്ലുവിളി ഉണ്ടായിരിക്കും. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിന്റെ വെല്ലുവിളിയുള്ള പോരുകൾ ഇന്ന് രാത്രി ദൈവജനത്തിനെതിരെ ശക്തമായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ വാചനം ഏറ്റെടുക്കുകയാണ്. വാചനം ഏറ്റെടുത്ത് നമ്മൾ സ്വന്തം പറയുക, ചെയ്തതുപോലെ തന്നെ സംരംഭിക്കട്ടെ. കേൾക്കട്ടെ, ശക്തികൾ കേൾക്കട്ടെ. എന്നോട് അരുളി ചെയ്തതുപോലെ എല്ലാ കലകളും ഭാഷയിലൊന്ന് കർത്താവിനോട് പറഞ്ഞു. ദൈവത്തോടാ സംസാരിക്കുന്നത്. ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കും, പറയുന്ന ഭാഷ പക്ഷെ നമ്മുടെ ദൈവത്തോട് സംസാരിക്കുക. എങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ജനങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഇന്ന് രാത്രി വേഗതകളിൽ ഇന്ന് രാത്രി എന്തൊക്കെയോ ഭീമസകളിൽ ഭീഷണി വ്യാപിക്കുക. എല്ലാ പ്രാർത്ഥനയും വിടുതലാണെങ്കിലും ആത്മനിറവിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു അധികാരമുണ്ട്. ഞാൻ പറയാം, എല്ലാ പ്രാർത്ഥനയും വിടുതലാണെങ്കിലും ആത്മനിറവിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു അധികാരം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോ ചില മേഖലകളെ ദൈവം വാതിലിടുന്ന രാത്രിയാ. ശത്രു അടച്ചതിന് വാതിലുകൾ തുറക്കപ്പെടുന്ന രാത്രിയാ. ആത്മാവിന്റെ സാധനം അനുഭവിക്കുന്ന ദൈവമക്കളുടെ
വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വെള്ളിയാഴ്ച രാത്രി ഞങ്ങളുടെ സമീപങ്ങളിലിരിക്കുന്നു. അവർ തൃക്കാൽക്കലിരുന്നു തിരുവചനം പ്രാപിച്ചു. ഇന്ന് രാത്രി പ്രാപിച്ചെഴുന്നേൽപ്പാൻ കൃപ നൽകണമേ. പതനത്തിന്റെ വാതിലുകൾ തുറക്കണമേ. എമോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ യേശു അവൻ സ്വന്തം ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഹൃദയം കത്തിക്കൊണ്ടിരുന്ന പോലെ രാത്രി ഹൃദയത്തിൽ വലിയ സന്തോഷം അനുഭവിക്കുന്നു. വിടുതലുകൾ അനുഭവിക്കുന്ന രാത്രിയാണ്. അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാനി കട്ടുദാസനെ അവൻ സ്തോത്ര അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെയുള്ള സഭയെ ഒക്കെ ഞങ്ങൾ അനുഗ്രഹിച്ചു. ഈ ദേശത്തേക്ക് വിടിവിക്കണമേ. ദൈവം പ്രവൃത്തി നടക്കണേ. കൃപകരണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സംഹാരം ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തോത്രം. നമ്മൾ വായിച്ച വാക്യത്തിന്റെ അവസാനം ഇങ്ങനെയായിരുന്നു, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ ഞാന് ദൈവത്തെ വിശ്വസിക്കും. ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച എല്ലാവരും ആ കരവ് ശക്തി ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നോക്കാം പൗലോസിനോട് ദൈവം എന്താ അരുളി ചെയ്തതെന്ന്. 23-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. പൗലോസിനോട് ദൈവം പറഞ്ഞ ദൈവശബ്ദമില്ല, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ കൈസറിന്റെ സിംഹാസനമുള്ള റോമ പട്ടണത്തിൽ ഞാൻ നിന്നെ കൊണ്ട് കണ്ടു. വായിച്ചു വിടാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും ഇച്ചിരി ആഴമുള്ള സ്തോത്രം. പൗലോസിന്റെ 3-ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് പൗലോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ ഓർത്തഡോക്സ് ആയിട്ടുള്ള യഹൂദന്മാരെല്ലാരും കൂടെ ചേർന്ന് പൗലോസിനെ കൊന്നുകളയാൻ വലിയ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സഭയിലെ മൂപ്പന്മാരൊരു ഐഡിയ പൗലോസിനെ പറഞ്ഞു കൊടുത്തു. ഇവിടെ നസ്രായി വിധമുള്ള 4 പുരുഷന്മാർ. ഈ നസ്രായി വിധം എന്ന് പറയുന്നത്, വ്രതം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ നാസി വ്രതത്തിന് തുല്യം. ആ വ്രതം അനുഷ്ഠിക്കുവാൻ ചിലവേറിയ അവന്റെ യാഗം നടന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു വൈപ്പ്, ചിലര് വ്രതം അനുഷ്ഠിക്കും, സമ്പന്നരായ ആളുകൾ അതിനുള്ള ചിലവ് വഹിക്കും. അതൊരു സാധാരണ നടന്നു. അപ്പൊ പൗലോസ് 3-ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് യെരൂശലേമിൽ വന്നപ്പോൾ മൂപ്പന്മാരൊരു ഐഡിയ കൊടുത്തു. നീ പരിശോധനയ്ക്കെതിരെ പ്രസംഗിക്കുന്നു, വിശ്വാസത്താൽ രക്ഷ യഹൂദന്മാര് കൊന്നുകളയും, മോശയുടെ ന്യായപ്രമാണത്തെ നീ നിസ്സാരമായിട്ട് കരുതുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, സ്തോത്രം, വ്രതം അനുഷ്ഠിക്കുന്ന 4 ആളുകൾ ഇവിടെയുണ്ട്, അതിന്റെ ചെലവെടുക്കാം. പൗലോസ് സമ്മതിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ വ്രതത്തിന്റെ അവസാനത്തെ ദിവസം സ്തോത്രം ചില ത്യാഗ കർമ്മങ്ങൾ ചെയ്യണം. പൗലോസ് അനുവദിക്കപ്പെട്ടുകൊണ്ട് ദേവാലയത്തിൽ ചെന്നപ്പോൾ ട്രോഫിമോസ് എന്ന് പറയുന്ന വിജാതീയ മാർഗത്തിൽ നിന്നും അവൻ സ്തോത്രം യഹൂദ മാർഗത്തിലേക്ക് കടന്നു വന്ന അവൻ സ്തോത്രം ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കാനായിട്ട് സ്തോത്രം ആളുകളെല്ലാം കൂടെ ഏറ്റുപിടിച്ചു. ഇവൻ മോശയുടെ ന്യായപ്രമാണത്തെ അശുദ്ധമാണ്. വലിയ ബഹളമായി, പട്ടണമിളകി. സ്തോത്രം സഹസ്രാധിപന്മാർ ഓടി വരേണ്ടി വന്നു. പൗലോസിനെ കൊന്നുകളയുമെന്നുള്ള ഒരു പ്രത്യേക അന്തരീക്ഷമായി. ഈ അവസരത്തില് സ്തോത്രം പൗലോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കാനായിട്ടിടയിൽ കച്ചി വിധിച്ച തറയിൽ നിദ്രാരഹിതനായിട്ട് അന്ന് രാത്രി കിടക്കുമ്പോ പൗലോസിന്റെ മാനുഷികമായ ചിന്ത യഹൂദന്മാർ തന്നെ കൊന്നുകളയും. തന്റെ ശുശ്രൂഷ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഈ ഒരു പ്രത്യേകമാകുന്ന സാഹചര്യത്തിൽ പൗലോസ് ആയിരിക്കുമ്പോൾ രാത്രിയിൽ കർത്താവ് സ്തോത്രം ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്ന് പൗലോസിനോട് പറഞ്ഞ ദൂത നമ്മള് ഇന്ന് രാത്രി വായിക്കാനായിട്ട് പൗലോസിന്റെ ചരിത്രം ദൈവമക്കൾ പഠിച്ചു വരുമ്പോ 4 പ്രാവശ്യം ദൈവം തന്നോട് ഡയറക്റ്റ് സംസാരിച്ചു.
സ്തോത്രം. ദിവസങ്ങൾ ദൈവങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസന്മാരിൽ കൊണ്ട് ദൂതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വചനം ധ്യാനിക്കുമ്പോ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. പ്രസംഗത്തിനിടയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. എന്നാൽ ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും? എനിക്ക് അവിടുത്തെ ഒരു എൻകൗണ്ടർ വേണം, സാന്നിധ്യം വേണം. ഈ ഉപവാസ പ്രാർത്ഥന സാധാരണ ഉപവാസം പോലെ ഒരു ചടങ്ങായിട്ട് മാറരുത്. എവിടേക്കോ ചില ദൈവ സാന്നിധ്യം, എവിടേക്കോ ചില ദൈവ ശബ്ദങ്ങൾ, എവിടേക്കോ ചില സ്പർശനങ്ങൾ. ഇന്ന് രാത്രി ആത്മാവ് ചിലതിനെ തൊടുന്ന രാത്രിയായി മാറട്ടെ. ഈ സെക്ഷനുകൾ ദൈവാത്മാവ് ചിലരെ സ്പർശിക്കുന്ന രാത്രിയായി മാറട്ടെ. ദൈവ ശബ്ദം പോരായോ? നിന്റെ പൊതുശബ്ദം ഇവിടെ നടുവിൽ അക്കരെ എത്തിക്കാൻ മതിയായ ശബ്ദമല്ലേ ഇതിനകത്തുള്ളത്? രാത്രിയിലെ ദൈവ ശബ്ദത്തിന് കാത് കൊടുക്കുന്ന ദൈവമക്കൾ പൗലോസിനോട് ദൈവം ഒന്നാമതായിട്ട് ഡയറക്റ്റ് സംസാരിച്ച ദൈവശബ്ദം അപ്പോസ്തലപ്രവൃത്തി പുസ്തകം തന്നെ 9-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യം. Acts chapter 9 അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. പൗലോസ് ആദ്യമായിട്ട് ദൈവശബ്ദം കേട്ട ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ വായിക്കാനായിട്ട്. സ്തോത്രം, സ്തോത്രം. ശക്തി യെരൂശലേമിനെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക. അനേകർ ക്രിസ്തു ശിഷ്യന്മാരായിട്ട് മാറുമ്പോ പരീക്ഷബന്ധം ശൗലിൽ ആഴമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അവന്റെ തീരുമാനം ഒന്നുകിൽ ഇവരെ മടക്കിക്കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഉപദ്രവിച്ച് കൊല്ലണം. ഇത് രണ്ട് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല. ശൗൽ അന്നത്തെ സെനറ്ററി സംഘത്തിലെ ഒരു അംഗമാണ്. നമ്മുടെ ഇന്നത്തെ ഹൈക്കോടതിയുടെ പവറാ സെനറ്ററി സംഘത്തിന് 70 അംഗങ്ങൾ ഉള്ളത് ഒരു വ്യക്തിയാണ് ശൗൽ. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം തന്നെ കയ്യിലുണ്ട്. യെരൂശലേമിൽ നിന്ന് ദമസ്കോസ് വരെ 220 കിലോമീറ്റർ. സ്ത്രീകളെ, ആ പരീക്ഷ മതത്തിന്റെ ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞപ്പോ കുഞ്ചിരോമ പരീക്ഷ വെള്ള കുതിരപ്പുറത്ത് ഒരു കയ്യിൽ അധികാരപത്രം, മറു കയ്യിൽ ആയുധം. ശ്രദ്ധിച്ച് സ്തോത്രം ചെയ്തോണേ. ഒരു കയ്യിൽ അധികാരപത്രം, മറു കയ്യിൽ ആയുധമായി വിജയശ്രീലാന്തനായി ദമസ്കോസിൽ പാർക്കുന്ന ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ ശൗല് കടന്നു വരുമ്പോൾ നട്ടുച്ച സമയത്ത് സൂര്യനെ വെല്ലുന്ന ഒരു വലിയ പ്രകാശം അവന്റെ മേൽ അടിച്ചപ്പോ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് കുതിരപ്പുറത്തു നിന്ന് അവൻ താഴെ വീണു. അവൻ തപ്പി തടവുകയാണ്. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി ആത്മാവ് പറയാം, ആർക്കും ഒതുങ്ങാത്ത ചിലതിനെ, ആർക്കും വഴങ്ങാത്ത ചിലതിനെ ഇന്ന് രാത്രി ഒറ്റ ദൈവസ്പർശനം മതി. ഇന്ന് രാത്രി ഒതുക്കിക്കൊണ്ടുവരുക. കുടുംബത്തിലാകട്ടെ, രക്തബന്ധങ്ങളിലാകട്ടെ, ശാസ്ത്രങ്ങളാകട്ടെ, ആയിരിക്കുന്ന രാജ്യത്താകട്ടെ, ഒതുങ്ങാത്ത ചിലതിനെ, വഴങ്ങാത്ത ചിലതിനെ പരിശുദ്ധാത്മാവിന്റെ രാത്രിയില് വചനത്തിന്റെ ദൂത് കൈമാറുകയാണ്. ഇന്ന് രാത്രി ചില ഇടവഴികൾ നടന്നു കഴിയുമ്പോ ചില ദൈവപ്രവൃത്തി അകത്ത് നടക്കുന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് നേർവീതി എന്ന തെരുവി യൂദായിന്റെ വീട്ടിൽ കൊണ്ടുപോകും. സ്തോത്രം, സ്തോത്രം. അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ശൗൽ അവിടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ വന്നപോലെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശൗല് പോയതല്ല. ഒരു കയ്യിൽ അധികാരപത്രം, ഒരു കയ്യിൽ ആയുധം, ദൈവമക്കളെ പീഡിപ്പിക്കാനായിട്ട് പോകുക. അവനിപ്പം എന്തോ ചെയ്തോണ്ടിരിക്കുക?
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദൂതി ഞാൻ പറയാം, പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിന് അറിയാം. ഇത് ചെറിയ പ്രാർത്ഥനയൊന്നുമല്ല. ഉപവസിച്ച് പ്രാർത്ഥിക്കുക. വെള്ളം കുടിച്ചിട്ട് 3 ദിവസമായി. വെള്ളം കുടിക്കാത്ത ഒരാള് ആവശ്യത്തെ പ്രാർത്ഥിക്കുന്നതിന് നമ്മളെന്താ പറയുന്നത്? കഠിനമായിട്ടുള്ള ഉപവാസ പ്രാർത്ഥന എന്നല്ലേ? ഇന്ന് രാത്രി ഒന്ന് സ്വോത്രം ചെയ്താൽ തമ്പുരാൻ അവസരം തരുമ്പോ, സമയം തരുമ്പോ മാറ്റി വെക്കരുത്. ഇത് മാറ്റി വെക്കാനുള്ള ഇടമല്ല. സമയം കണ്ടെത്തി ഇന്ന് രാത്രിയിലും മുട്ടുമടക്കുന്ന ദൈവവൈദ്യനായി സ്വോത്രം ചെയ്യുക. പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കുവാനും ഉപവസിക്കാത്തവനെ ഉപവസിപ്പിക്കുവാനും ഇന്നത്തെ രാത്രി എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വചനത്തിന്റെ വെളിപ്പാട് ദൈവം പറയുന്നത്. ഉള്ള സമയത്തിന്റെ നടുവില് ഇന്ന് രാത്രി അവസരങ്ങൾ കണ്ടുപിടിച്ച് ദൈവത്തിനെ കാത്തിരിക്കുന്ന ദൈവവേദനെ ആത്മാ വിളിച്ചു പറയുന്നു, ഈ പ്രാർത്ഥനയിൽ വിടുതലാണ്. ഈ പ്രാർത്ഥനയിലെ കെട്ടുകൾ അഴിയുന്നതാണ്. കയ്യത്താകുന്ന ദൂരത്ത് വന്നു നിൽക്കുന്നതിന് നന്മകൾ കാത്തിരിച്ച് കാല പറത്തിക്കൊണ്ട് വന്നതുപോലെ ഇന്ന് രാത്രി വിശ്വസിക്കുക. ചില ദൈവപ്രവർത്തികൾ ആഴത്തിൽ നടക്കട്ടെ. ഒന്നാമതായിട്ട് ശൗലിനോട് ദൈവം വ്യക്തിപരമായിട്ട് ഇടപെട്ട ഒരു സന്ദർഭമാണ് അപ്പോസ്തലപ്രവൃത്തി 9-ാമത്തെ അധ്യായം. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം തന്നെ 18-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. 18-ാമത്തെ അധ്യായം. സ്തോത്രം, സ്തോത്രം. എന്റെ 9-ാമത്തെ വാക്യത്ത് വായിച്ചു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് ചെയ്തു. യഹൂദന്മാരെല്ലാവരും റോമാനഗരം വിട്ടുപോകണം. ദേശാധിപതി ഓർഡർ ഇട്ടിരിക്കും. അന്ന് രാത്രി കർത്താവ് ഇറങ്ങി പൗലോസിനോട് ദൂത് പറയുക, പൗലോസേ ധൈര്യമായിട്ട് പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്താൻ ഞാൻ അനുവദിക്കത്തില്ല. ഈ പട്ടണത്തിൽ എനിക്ക് അവൻ സ്തോത്രം അനേക ജനമുണ്ടെന്ന്. ഇന്ന് രാത്രി നമുക്കും ഈ ദൂതം ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മാക്കൾ വിടുവിക്കപ്പെടത്തില്ലെന്നും ദേശത്തിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രിയില് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയോടെ വചനത്തിലൂടെ ദൂത് പറയുന്നത് ധൈര്യമായിട്ട് നിൽക്ക്. ചില ദൈവപ്രവർത്തികൾ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. രാത്രി വിശ്വസിക്കുന്ന ദൈവവൈദ്യനായ സ്തോത്രം പറയുക. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ദൈവപ്രവൃത്തിയുടെ ഒരു സംഭവം. ഈ മാവേലിക്കരയ്ക്കടുത്ത് ഓലകെട്ടി അമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മാവേലിക്കരുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ഓലകെട്ടി അമ്പലം. കുറേ വർഷങ്ങൾക്ക് പുറകെ നടന്നൊരു സംഭവം. അവിടെ ഒരു IPC ഇവിടെ സഭയും അമ്പലങ്ങളാണ് ചുറ്റുവട്ടത്. ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു പാസ്റ്റ് 3 വർഷം ആ സഭയിൽ ഇരിക്കത്തില്ല. ഒന്നുകിൽ അവിടെ നിൽക്കാൻ വയ്യാതെ ആ കർത്തദാസൻ തന്നെ വിട്ടുപോകും, ഇല്ലെങ്കിൽ സഭക്കാർ വിട്ടിരിക്കും. ഇതാണ് ആ സഭയുടെ ഒരു ചിത്രം. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തില് വളരെ ദൈവകൃപ പ്രാപിച്ച യുവാവിനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസൻ ആ സഭയിലേക്ക് കടന്നു ചെല്ലാനായിട്ടിടയാണ്. ആദ്യത്തെ സഭായോഗത്തിൽ സങ്കീർത്തനം വായിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മ പറഞ്ഞു, ഇവിടെ സാധാരണ പ്രസംഗം കൊണ്ടൊന്നും നിൽക്കത്തില്ല, ഇവിടെ നിൽക്കണമെങ്കിൽ മുഴങ്കാലിൽ നിന്നേ പറ്റത്തുള്ളൂ. സാധാരണ പ്രസംഗം കൊണ്ടൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആത്മമണ്ഡലത്തിൽ കയറി ഇരുട്ടിന്റെ ശക്തികളെ വെട്ടിയെങ്കിൽ മാത്രമേ ഈ പ്രദേശത്ത് നിൽക്കാൻ പറ്റുള്ളൂ. കർത്തദാസൻ തീരുമാനിച്ചത് 21 ദിവസം പൂർണ്ണമായിട്ട് ദൈവസന്നിധി ഉപവസിക്കാൻ.
വലിയ കൃപാവരമുള്ള ദൈവദാസന്മാരെ വിളിക്കുന്നത്. പാലയ്ക്ക് വിരിഞ്ഞിരിക്കുന്ന പോലെ സഭ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ്. ആദ്യത്തെ ഒരാഴ്ച തന്നെ വചനത്തിന്റെ ശുശ്രൂഷ അങ്ങോട്ട് ശക്തമായപ്പോൾ ജനം ക്ഷമ പറയാൻ തുടങ്ങി, മടങ്ങി വരാൻ തുടങ്ങി. രണ്ടാമത്തെ ആഴ്ചയായപ്പോ ആരാധനയുടെ സ്റ്റൈല് മാറി. സ്തോത്രം. ആരും നിർബന്ധിക്കൊന്നും വേണ്ട, ജനം ആത്മമണ്ഡലത്തിലോട്ട് കയറാൻ തുടങ്ങി. മൂന്നാമത്തെ ആഴ്ച കടന്നു വന്നപ്പോ ഈ തമ്പോറിന്റെ ശബ്ദം, കയ്യടിയുടെ ശബ്ദം, അന്യഭാഷയുടെ ശബ്ദം, തൊട്ടടുത്തൊരു നായർ തറവാണ്. ആരാധന നിർത്തണമെന്ന് പറയാനുള്ള ആംബിയറില്ല. ഇദ്ദേഹം ചെയ്തത് 2 കൊടിയ മന്ത്രവാദികളെ കൊണ്ടുവന്നു. സ്തോത്രം. അവിടെ നിർദ്ദേശം അനുസരിച്ച് അവൻ സ്തോത്രം 2 കരിമ്പൂച്ചയെ തല്ലിക്കൊന്ന് സ്തോത്രം അതിന്റെ തല അറുത്തു മാറ്റി പ്ലാസ്റ്റിക് ചാക്കിനകത്ത് കെട്ടി ഭസ്മവും പൂവും മലരും ഇതെല്ലാം കൂടെ ചേർത്ത് മറ്റതിനെ ഹോമം കഴിച്ച് അവൻ സ്തോത്രം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രിയിൽ സ്തോത്രം അവൻ ഒരുപറ്റം ദൈവദാസന്മാര് അവസാന ദിവസങ്ങളില് ആ ഹോളിൽ ഇങ്ങനെ തമ്പടിച്ച് ആത്മാവിനെ ആരാധിക്കുക. ആരും അറിയാതെ 18ാമത്തെ രാത്രിയില് അവരുപയോഗിക്കുന്ന കിണറ്റിന്റെ ആഴ്ത്തിക്കൊണ്ട് പിറ്റേ ദിവസം രാവിലെ 19ാമത്തെ ദിവസം ദൈവമക്കൾ അറിയുന്നില്ല, വെള്ളം കോരി കുടിക്കാനായിട്ടിടയായി. 20ാമത്തെ ദിവസം ഈ വെള്ളം ആരൊക്കെ കുടിച്ചോ അവരെല്ലാം രോഗികളായി തീർന്നു. ഉപവാസ പ്രാർത്ഥന തീരാൻ ഒറ്റ ദിവസം കൂടെ മാത്രമേ ദൈവമക്കൾ തീരുമാനമെടുത്തു. ഇനി എന്ത് സംഭവിച്ചു വന്നാലും ഉപവാസം ബ്രേക്ക് ചെയ്യുന്നില്ല. സ്തോത്രം. ബലഹീനരായി ഹോളിൽ അവർ കിടക്കുക. 21ാമത്തെ ദിവസം വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി ദൈവമക്കൾ ഒന്നിച്ചുകൂടി സ്തോത്രം പ്രാർത്ഥിച്ചു തുടങ്ങി. കൈയടിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിൽ ബലഹീനര്. സ്തോത്രം. അവൻ ഒരു പാട്ടുപാടി, 2 പേര് പ്രാർത്ഥിച്ചു, സങ്കീർത്തനമായിരിക്ക് വേണ്ടി എഴുന്നേറ്റു. ആത്മനിയോഗത്തോടെ ദൈവദാസൻ ഒരു പാട്ട് ആരംഭിക്കാനായിട്ടിടയായി. ഒരാത്മശക്തി സഭാ ഹോളിലേക്ക് ഇറങ്ങി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കാറ്റടിച്ച പന്ത് തെറിക്കുന്നത് പോലെ ദൈവമക്കൾ ആത്മാവിൽ തെറിക്കാൻ തുടങ്ങി. അവിടെ ബലഹീനതകൾ മാറാൻ തുടങ്ങി, ബലം വ്യാപരിക്കാൻ തുടങ്ങി. രാത്രി സ്തോത്രം പറഞ്ഞവിടെ ദൈവമക്കളെ ആരാധനയ്ക്കകത്ത് സൗഖ്യമുണ്ട്. ദൈവമക്കളുടെ ആരാധനയ്ക്കകത്ത് ബന്ധനം അഴിയും. ദൈവമക്കളുടെ ആരാധനയ്ക്കകത്ത് ഇന്ന് വരെ നടക്കാത്ത ദൈവിക വിടുതലുകൾ സംഭവിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരാധിച്ചാൽ മതി. രാത്രി അസാധാരണമായ ചില ദൈവപ്രവർത്തികളുടെ നടക്കുന്ന രാത്രിയാണ്. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസൻ ദർശനം കാണുന്നു. മിന്നിത്തിളങ്ങുന്ന ഒരു വാള് വെയ്റ്റുപോവിന്റെ 4 ഭിത്തിക്കകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടു പറഞ്ഞു, യഹോവ തന്റെ ജനത്തിന് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം. ആവർത്തന പുസ്തകത്തിലുണ്ട് യഹോവയുടെ മിന്നലാം വാൾ ലഹരിച്ചിരിക്കുന്നു. യഹോവ വാൾ എടുത്തു കഴിഞ്ഞാൽ രക്തം കാണാതെ ഉറയിൽ തിരിച്ചിടത്തില്ല. കാരണം കോർത്ത് പിടിച്ച ആരാധനയുടെ ഒടുവില് ദൈവമക്കൾ ഭവനത്തിലേക്ക് പോയി. എന്താ സംഭവിച്ചത് ഞാൻ പറയാം. സ്തോത്രം. ഈ പ്രവൃത്തി ചെയ്ത മനുഷ്യൻ, ആരോഗ്യവാനായ മനുഷ്യൻ 4 മണി സമയത്ത് പറമ്പിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്നൊരു ശിവറിങ് ഉണ്ടായി. അദ്ദേഹം താഴെ വീണു. അവൻ പെട്ടെന്ന് ടാക്സി കൊണ്ടുവന്നു. മാവേലിക്കര മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായി. അടുത്ത ദിവസം അവൻ അദ്ദേഹത്തെ ദഹിപ്പിച്ച് ഒരു തെങ്ങടയാളമായിട്ട് വെച്ചു. അധികം താമസിക്കാതെ ആ വീട്ടിലെ അമ്മ രോഗിയായി തീർന്നു. എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യം വരുന്നില്ല. ഏറ്റവും ഒടുവിൽ മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈശ്വരകോപം നമ്മുടെ മേൽ വന്നതാണ്. ആ ദൈവദാസന്റെ അടുക്കൽ പോയി കാല് പിടിച്ച് ക്ഷമ പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യാൻ പറഞ്ഞു. ആ മാതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അവൻ ദഹിപ്പിച്ച ഒരു തെങ്ങടയാളമായി വെച്ചു. ഇളയ മകന് പെട്ടെന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ ഭീതി ദേശത്ത് വ്യാപരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സ്തോത്രം പറയുമോ? പരിശുദ്ധാത്മാവ് ജനത്തോടൊരു ദൂത പറഞ്ഞു, ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനമുണ്ട്, അങ്ങനെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തിന് വെളിപ്പാട് കൈമാറി
യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ഒരുക്കുന്ന രാത്രി കൂടെയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് മൂന്നാമതായിട്ട് പൗലോസിനോട് ദൈവം ഡയറക്റ്റ് സംസാരിച്ച ഭാഗ്യം നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 22-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ചാപ്റ്റർ 22 verses 17 and 18. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവത്സതയിൽ ആയി അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട വേഗം യെരൂശലേം വിട്ടു പോകാം. നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല. എന്നോട് ദൈവം ഡയറക്റ്റ് സംസാരിച്ച ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ വായിക്കാനായിട്ടിടയായി. ഒരു വെൺമാടത്തിൽ കയറി പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോ പൗലോസിന് എന്തുണ്ടായി? നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവും? ആവശ്യതയുണ്ടാകും. കാരണം പൗലോസ് പ്രാർത്ഥിച്ചപ്പോ എന്തുണ്ടായി? ഒന്ന് സന്തോഷത്തോട് സ്വതന്ത്രം. നെയ്യാറ്റിക്കരയ്ക്ക് അപ്പുറത്തെ ഒരു പാവപ്പെട്ട അമ്മച്ചി 3 പെൺമക്കളും ഈ ഓല കൊണ്ട് വേഞ്ഞൊരു കൊച്ചു വീട്ടിലാണ് താമസിക്കുക. 5 സെന്റ് മാത്രമേ ഉള്ളൂ. 5 സെന്റേ ഉള്ളെങ്കിലും ഓല കൊണ്ടുള്ള വീടാണെങ്കിലും അവർക്ക് ഭയങ്കര ആത്മീയ സന്തോഷത്തിൽ രാവിലെ വൈകിട്ടും ഒക്കെ പായിട്ട് മുഴങ്കാലി ഇരുന്നങ്ങോട്ട് ആരാധിച്ചാല് വാസ്തവത്തിൽ നമ്മുടെ ഒരു കോട്ടേജ് മീറ്റിംഗിന്റെ പവർ ഇവിടെ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നത്. സന്തോഷത്തോട് പറയുന്നത് കോട്ടേജ് മീറ്റിംഗ് സഭയുടെ നടത്തുന്നതാണ് ഇവിടെ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നത്. ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുമ്പോട്ട് പോകുന്ന സമയത്ത് തൊട്ടടുത്തൊരു വലിയ ജന്മി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം റോഡ് സൈഡിൽ ഇവർക്ക് 5 സെന്റ് ഒരാളെ വിട്ടിട്ട് ചോദിച്ചു, ഈ 5 സെന്റ് ഇങ്ങോട്ട് തന്നാൽ തൊട്ടപ്പുറത്ത് 50 സെന്റ് തരാമെന്ന്. അപ്പൊ ഈ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, 5 സെന്റ് തന്നാൽ 50 സെന്റ് തരാം. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. കപ്പ ഇട്ടാലും പട്ടിണി കൂടാതെ ജീവിക്കരുതോ? സമ്മതിച്ച് ഈ വസ്തു എഴുതാനായിട്ട് ചെന്നപ്പോ അതിനോട് ചേർത്ത് 2 ഏക്കർ പാറയെ ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കും. അപ്പൊ എല്ലാം കൂടെ എത്ര കിട്ടി? അമ്മച്ചിക്ക് 2 ഏക്കർ കിട്ടിയത് ഞാനെന്ത് അവിടെ ചെന്ന് ഒരു അവൻ സ്വന്തം ഓല കൊണ്ടൊക്കെ ഒരു കൊച്ചു വീട് അങ്ങോട്ട് പണിത് 2 ഏക്കർ കിട്ടിയെന്നും പറഞ്ഞ സ്വത്രമൊന്നും പറഞ്ഞില്ല. മുഴങ്കാറി ആത്മാവിൽ ആരാധിച്ചപ്പെട്ട് ബലമേറ്റെടുക്കും. ദിവസം രാവിലെ ഒരു ബുള്ളറ്റിൽ ഒരു കത്തയായ മനുഷ്യൻ കൊമ്പം വീശക്കാരൻ റോഡയിലോട്ട് വണ്ടി വെച്ചിട്ട് കയറി വരിക. ഒരാൾ ഭയപ്പെട്ടു. 4 സഹോദരിമാര് താമസിക്കുന്ന വീട്ടിൽ എന്തിനാ ഈ മനുഷ്യൻ കയറി കിട്ടണം? ദൂരമേ വന്നപ്പോഴേ ഇവിടെ നിപ്പ് കണ്ടിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അമ്മച്ചി പേടിക്കുന്ന, ഞാൻ ഗവൺമെന്റ് കോൺട്രാക്ടറാണ്. സ്തോത്രം. ഒരു ഭാഗത്ത് കരിങ്കല്ലിന്റെ പണിയുണ്ട്. മോലാളിയുടെ അടുക്കെ ചെന്നപ്പം പറഞ്ഞു, ഞാൻ ഈ സ്ത്രീക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുത്ത് അവിടെ ചെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കാൻ വന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഭാഗത്തെ പാറ പൊട്ടിക്കണം, എന്തോ വേണമെന്ന് ചോദിച്ചു. സ്തോത്രം. കൂലിപ്പണി ചെയ്യുന്ന അമ്മച്ചിക്ക് പാറയുടെ വില വല്ലതും അറിയാമോ? അവര് പറഞ്ഞു, അങ്ങിഞ്ഞ് തന്നാ മതി. സ്തോത്രം. പല പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഭാഗം പൊട്ടിക്കുന്നതിന് എന്തോ വേണം, അങ്ങിഞ്ഞ് തന്നാ മതി എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, ഒറ്റ വില 10 ലക്ഷം രൂപ തരാമോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ലക്ഷത്തിന്റെ കണക്ക് പെരുവറിലെ നാഭിമ മുകളിലോട്ട് കയറി അമ്മച്ചി 5 മിനിറ്റ് അന്യഭാഷ പറഞ്ഞിരുന്നു. ഈ മനുഷ്യൻ വരുന്നുണ്ട് നിൽക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് അന്യഭാഷ കേട്ടു. കണ്ണു തുറന്നപ്പോ ചോദിച്ചു, അമ്മച്ചി വില കുറഞ്ഞാൽ ഇത്രയും ചീത്ത വിളിക്കണം. അപ്പൊ ഈ മനുഷ്യൻ വിചാരിച്ച എന്താ, വില കുറഞ്ഞാൽ അമ്മച്ചി ചീത്ത വിളിച്ചു. അതാ 1 ലക്ഷം കൊടുക്ക തരാമെന്ന് പറഞ്ഞു. കാര്യം വല്ലതും പിടികിട്ടിയോ? അടുത്തിരിക്കുന്ന ആളെ മിണ്ടാതിരിക്കുന്ന പറഞ്ഞ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. രാത്രി ദൈവകൃപയുടെ ഒരു ചലനം വ്യാപരിക്കണം. അതിനകത്തൊക്കെ ഒരു കാര്യം കൊണ്ടുണ്ട്, അതോടെ ഞാൻ പറയാം. സ്തോത്രം. 10 ലക്ഷം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ അവൻ സ്തോത്രം 10 ലക്ഷം ഉറപ്പിച്ചു. ആദ്യം 1 ലക്ഷം എടുത്ത് കൈയോട്ട് കൊടുത്തു. 10,000 രൂപ അമ്മച്ചി എണ്ണി അവൻ ഇങ്ങോട്ട് മാറ്റി ബൈബിളിനകത്ത് വിളിച്ചു. ആ സഭയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 4 തൂണും
2 ഷീറ്റും വലിച്ചിട്ടിരിക്കുക. അവര് പ്രാർത്ഥിക്കുക, ദൈവമേ സഭയ്ക്കൊരു അവൻ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെയൊക്കെ അവസരത്തിലാ അമ്മച്ചിയുടെ 10,000 അങ്ങോട്ട് കിട്ടിയപ്പോ അത് വലിയ ലോട്ടറി അടിച്ചതുപോലെ വാസ്തു പറഞ്ഞ നമ്മള് പണി വിശ്വാസത്താ തുടങ്ങിയ. പ്രൈസലോ ഒരു വാരം എടുത്ത് 1 ലോഡ് കല്ല് അങ്ങോട്ട് ഇറക്കി. പ്രൈസലോ പ്രാർത്ഥിച്ച് അഭിഷക്ത കല്ലിട്ടപ്പോ അവൻ സ്വതം വിവാഹപ്രായം കഴിഞ്ഞ മൂത്ത മോളെ ഭാവിക്ക് ദൈവം അടിസ്ഥാനം. ഇന്ന് രാത്രി സ്വത്രം പറഞ്ഞോളെ എന്തൊക്കെയോ ചില ദൈവപ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുക. അമ്മാവിൽ കാണുന്ന ദൈവഭക്തിക്കായിട്ട് സ്വത്രം പറയുക. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഇതിനെക്കുറിച്ച് പല ചോദ്യങ്ങൾ നമുക്ക് അപ്പമണ്ഡലത്തിൽ കൈകാര്യം ചെയ്യുവാനായിട്ടുണ്ട്. 4-ാമതായിട്ട് പൗലോസിനോട് ദൈവം സംസാരിച്ച ഭാഗമാണ് നമുക്ക് നോക്കേണ്ടത്. 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. 23:11. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകും എന്ന് ആശിച്ചു. നീ പ്രസംഗിച്ചു, എന്ന് സാക്ഷ്യം വഹിച്ചു. ദൈവാത്മാവിനോട് പറയുക, സ്വർഗ്യം പറയുക, കൈസറിന്റെ സിംഹാസനമുള്ള റോമ പട്ടണത്തിൽ കൈസറിന്റെ ആസ്ഥാന സ്ഥാനത്ത് ഞാൻ നിന്നെ കൊണ്ട് നിർത്തി. ഇന്നലെ നമ്മോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങള് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ലായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിച്ചല്ലേ, നടക്കുമെന്ന് ചിന്തിച്ചതല്ലേ. ആരാണ്ടോടൊക്കെയോ ഉള്ള ചില വാഗ്ദത്തങ്ങളാണ് രാത്രിയിലൂടെ വന്നത്. വിദ്യാഭ്യാസത്തിന്റെ മഹത്വമൊന്നുമല്ല, യോഗ്യതയല്ല. രാത്രി കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയും, കൈസറിന്റെ സിംഹാസനമുള്ള റോമ പട്ടണത്തിൽ ഞാൻ തന്നെ കൊണ്ട് നിർത്തുന്നു. സ്വത്രം വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ദൂത അറിയാം. ഇന്നലെകൾ എന്റെ കർത്താവിനോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അവന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ. പൗലോസിന് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ നിജപുത്രനായി തിമോഥെയോസിൽ ലേഖനം എഴുതിയപ്പോ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ചേർന്ന് പറയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത്. ഉപമതി ആ വിശ്വാസത്തെ സൂക്ഷിപ്പാൻ ഈ ഉപനിധി എന്ന പദത്തിന് നിങ്ങൾ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. ചാക്കോ സാറ് ക്ലാസ് എടുത്തപ്പോ സാർ പറഞ്ഞിരുന്നു വ്യാഖ്യാനം ജനങ്ങൾ ഉപനിധി എന്ന വാക്കിൽ വിശ്വസ്തൻ എന്ന് കണ്ട് വിലപ്പെട്ട ഒരു കാര്യം ഞാൻ ഡാനി പാസ്റ്റർ ഏൽപ്പിക്കും. എനിക്കറിയാം, എപ്പോ എനിക്ക് ആവശ്യം നേരിടുമ്പോൾ ചോദിച്ചാലും കർത്താവിന്റെ ദാസം തരുമെന്ന് എനിക്കെന്തുണ്ട്, സന്തോഷമില്ല പറയുന്നേ. എപ്പോ ഒരാവശ്യം നേരിട്ട് ഞാൻ ചോദിച്ചാലും കർത്താവിന്റെ ദാസം തിരികെ തരും.
കർത്താദാസ് ഉപനിധി കൊടുത്തിട്ട് വ്യാഖ്യാനം. പൗലോസ് പറയുക കർത്താവിന്റെ ഉപനിധിയാ. ഉപനിധി എന്ന പദം 3 പ്രാവശ്യം പൗലോസിന്റെ ലേഖനത്തിലുണ്ട്. 1 ദൈവത്തിന്റെ വചനം, 2 ദൈവം, 3 തന്റെ വിശ്വാസം. ആ ദിവസം വരെ ഒന്നുകിൽ എന്റെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. രാത്രിയിൽ ഉറപ്പുള്ള ദൈവമൊക്കെ സ്വന്തം പറഞ്ഞോളൂ. നമുക്ക് വേണ്ടി വാദിക്കുന്ന ദൈവമുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ഞാൻ പറയാം, ശ്രദ്ധിച്ചാൽ യാക്കോബ് അപ്പന്റെ വീട് വിട്ടിട്ട് ഇപ്പൊ 40 മൈലായി. ഏത് സ്ഥലത്ത് എന്നപ്പോഴാ സൂര്യൻ അസ്തമിച്ച്? ബഥേൽ. ബഥേലിന്റെ പേര് ലൂസ് എന്നായിരുന്നു. ലൂസ് എന്ന പേര് മാറ്റി ബന്ധമായി ബഥേലായി. സൂര്യൻ അസ്തമിച്ചു. അവിടെ യാക്കോബ് അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ച് ഉറങ്ങുമ്പോ ഒരു കാഴ്ചപ്പാട് കാണുക. എന്താ കാഴ്ചപ്പാട് നമുക്കറിയാം. ചേർത്ത് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ദൂതന്മാര് വഴി കയറുകയും, വാസ്തവത്തിൽ ഒരു ഗോവേണി വെച്ചാൽ ദൂതന്മാർ വീഴുന്ന താഴോട്ട് ഇറങ്ങിയാ വരണ്ടി. പക്ഷെ യാക്കോബ് എന്താ കാണുന്നത്? അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ഇവൻ വിചാരിച്ചത് ഈ പ്രതിസന്ധിയുടെ നടുവില് കുറുക്കമ്പാട് ഓളി കേൾക്കുന്ന ഈ സ്ഥലത്ത് ഒറ്റപ്പെട്ട ഈ അനുഭവത്തില് ഞാൻ ഒറ്റയ്ക്കാണെന്നാ ചിന്തിച്ചത്. പക്ഷെ അവനൊരു ഒരു ദൂത് കൊടുത്ത് ഉറപ്പിക്കുക. യാക്കോബേ, നീ അപ്പന്റെ വീട് വിട്ടപ്പോ മുതൽ ഈ സ്വർഗീയ അപ്പന്റെ ദൂതന്മാരുടെ കരകളിൽ പള്ളി വിട്ടപ്പോൾ, മക്ബഹ വിട്ടപ്പോൾ, ട്രോണോസ് വിട്ടപ്പോൾ, മക്കാരെ വിട്ടപ്പോൾ, മക്കളെ വിട്ടപ്പോൾ, പഴയ ആരാധന അവൻ സംവിധാനങ്ങൾ വിട്ടപ്പോൾ അവൻ ഒറ്റപ്പെടുത്തിയതല്ലേ ഈ കുടുംബത്തിന്റെ ഭാവി എന്താകുമെന്ന്, തലമുറയുടെ ഭാവി എന്താകുമെന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്ക് പറയുവാൻ കഴിയും. സ്വർഗീയ അപ്പച്ചന്റെ കരങ്ങൾ ഞാൻ സുരക്ഷിതനാണ്. പ്രിയമക്കളിന്റെ യാത്രയെ സ്വന്തം ചെയ്യാം. യാക്കോബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില ദൂതന്മാരെ കയറുകയും ചിലര് ഇന്ന് രാത്രി പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ഞാൻ ദൂത് പറയാം. നിങ്ങൾ ഇവിടെ കടന്നു വന്ന സമയം മുതൽ ഇടത്ത് വലത്ത് ഇരിക്കുന്ന ആളുകൾ അറിയാതെ കണ്ണുകൾ നനഞ്ഞ് ചില പ്രാർത്ഥന വിഷയങ്ങൾ ദൈവസേന ഉരുവിട്ടില്ലേ? കണ്ണീര് ചാലിച്ച വാചകങ്ങൾ ഉരുവിട്ടില്ലേ? അടുത്തിരുന്നവര് കണ്ടില്ല കേട്ടോ, മുൻപിലും പുറകിൽ വരുന്നവര് കണ്ടില്ല കേട്ടോ. പക്ഷെ ദൈവത്തിന്റെ ദൂതന പ്രാർത്ഥന വിഷയം ഇന്ന് രാത്രി ഒപ്പിയെടുത്ത് ആ ഗോവേണി വഴി മുകളിലോട്ട് കയറുമ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്നലെ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥന വിഷയങ്ങളുടെ മറുപടിയുമായി ചില ദൂതന്മാർ താഴോട്ട് ഇറങ്ങി വരെ അമ്മാവനോടൊക്കെ ദൂത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൂതയുടെ ഒരു സന്ദേശം കൂടെ ഞാൻ അവിടെ ഓർക്കുന്നു. ഈ യാക്കോബും സ്വർഗവുമായിട്ട് ഇപ്പൊ എത്ര അകലം മാത്രമേ ഉള്ളൂ? ഒരു ഗോവേണിയുടെ അകലം മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഗോവേണിക്ക് എന്തോ അകലമുണ്ട്? എത്ര ലാഭമാണ്? കുറഞ്ഞ പക്ഷം നമുക്ക് അറിയാമെന്ന് പറഞ്ഞു.
ഒരു ഗോവേനിക്ക് കുറഞ്ഞ പക്ഷം എത്ര പടികൾ കാണും? ഒരു ദൂത് പറയാനാ വരുന്നേ. ഞാൻ പറഞ്ഞു 10 അല്ലെങ്കിൽ 20 കുട്ടികൾ. എന്താ ഇതിനകത്തിലെ മെസ്സേജ്? യാക്കോബ് സ്വർഗമായിട്ട് ഒരു 20 പടിയുടെ ഒരു ഗോവേനിയുടെ അകലം മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ എളുപ്പമായിരുന്നല്ലോ. 20 പടികളിൽ ഗോവേനി മേടിച്ച് ചാടിക്കറി അങ്ങ് പോയാൽ പറയായിരുന്നു. എന്താ ഇതിനകത്തിലെ മെസ്സേജ് അറിയാമോ? യാക്കോബിന്റെ ക്രൈസിസിന്റെ നടുവിൽ ഒരു ഗോവേനിയുടെ അകലത്തിൽ സ്വർഗം ചില ഒറ്റപ്പെടുത്തലുകൾ, ചില വേദനകൾ, ചില സങ്കടങ്ങൾ, ചില തകർച്ചകൾ ഒറ്റയ്ക്ക് നേരിടുന്ന ദൈവമക്കളുണ്ടെങ്കിൽ മറിയ കല്ലറയിലേക്ക് പോയത് ഈ കല്ലെനിക്ക് വേണ്ടി ആരും ഇരുട്ടി മാറ്റി വന്നു. ചിലയൊക്കെ വിവേചിച്ചുകൊണ്ടുകൂടെ അയ്യപ്പ ദൂത് പറയുന്നത് കേട്ടോ. ഈ കല്ല് ആരും ഇരുട്ടി മാറ്റി. എന്തൊക്കെയോ വിഷയങ്ങളിൽ മനസ്സ് തകർന്ന് ചിരിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എവിടേക്കോ ചില പെടച്ചില് പോലെ മനസ്സ് ഭാരപ്പെടുന്ന ചിലർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. അവരോട് പറയുന്നത് നിനക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങി കേട്ടോ. ഈ വലിയ കല്ലുയർത്തി മാറ്റുവാൻ നിനക്ക് ശക്തിയില്ലെങ്കിലും ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തെ ഈ ദിവസങ്ങളിൽ മുഖാമുഖമായി കാണുന്നുണ്ട്. ഇന്ന് രാത്രി സമയം വളരെ മുമ്പോട്ട് പോകുന്നല്ലോ. നമുക്ക് ദൂതിലേക്ക് മടങ്ങി വരാം. രാത്രി കേട്ട ദൈവശബ്ദം എന്താ? കൈസറിന്റെ സിംഹാസനമുള്ള റോമാ പട്ടണത്തെ ഞാൻ നിന്നെ കൊണ്ട് നിർത്തുവന്നുള്ള ദൂത. ചെറിയ ദൂതല്ല ഇത്, ഇതൊരു വലിയ ദൂത. കൈസറിന്റെ സിംഹാസനമുള്ള റോമാ പട്ടണത്തിൽ ഞാൻ നിന്നെ കൊണ്ട് നിർത്തും. സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ദൂത. രാത്രി ചെന്നൊക്കെ പറയുമ്പോ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെന്നെങ്കിലും വചനം അനുസരിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ഒരു വിടുതലും തയ്യാറിരിക്കാൻ തോന്നും. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു സംഭവം. എനിക്ക് 2 കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളമായി തന്നു. മൂത്ത മോഡൽ മിറക്കിൾ ബേബിയായിരുന്നു. ഈ കുഞ്ഞുണ്ടായത് ട്യൂബിലായിരുന്നു. കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുന്നു. ട്യൂബിൽ കുഞ്ഞ് വളരുന്നത്. അഥവാ ഇനി എന്തെങ്കിലുമൊക്കെ അത്ഭുതം നടന്നാൽ പോലും തലച്ചോറ് ഉടയ്ക്കാത്ത, ഹാർട്ട് വളരാത്ത, മന്ദബുദ്ധിയായി അങ്ങനെ സംഭവിക്കത്തില്ല. ഡോക്ടേഴ്സിന്റെ സ്കാനിംഗിൽ കിട്ടിയ റിപ്പോർട്ട്. ഞാൻ എറണാകുളത്ത് ശുശ്രൂഷയിലായിരിക്കുന്ന സമയം, അത് ഞങ്ങളുടെ സഭയിൽ 350-400 പേരുള്ള വലിയ സമയം. ഒരു ശനിയാഴ്ച രാത്രിയില് പിറ്റേ ദിവസത്തെ മെസ്സേജ് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഒരു ദൈവശബ്ദം 40 ദിവസം പൂർണ്ണമായിട്ട് ദൈവസന്നിധികൾ.
ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് അത് ഞാൻ ഏറ്റെടുത്തു. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ പറഞ്ഞു, ദൈവത്തിന്റെ ഒരു ശബ്ദം 40 ദിവസം പൂർണ്ണമായിട്ട് ഞാൻ ആദ്യമായിട്ട് 40 ഇരിക്കുന്നത്. 21 പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്, 40 ആദ്യമായിട്ട്. വലിയ സമയമല്ലേ? 40 ഇരിക്കാൻ ചെല്ലിന് മുമ്പോട്ട് വന്നു. 21 ഓരോ നേരം കഴിച്ചുകൊണ്ട് 7. ആദ്യത്തെ 30 ദിവസം വീടുകളിൽ പ്രാർത്ഥന. അവസാനത്തെ 10 ദിവസം സഭയിൽ ഉണർവിയോ. 17ാമത്തെ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോ, അന്നൊരു അവധി ദിവസമാണ്, ശനിയാഴ്ചയാ, ആളുകൾ വരുവാൻ തുടങ്ങി. ഹോള് നിറഞ്ഞു, ബെഡ്റൂം നിറഞ്ഞു, കിച്ചൺ നിറഞ്ഞു, സിറ്റ് ഔട്ട് നിറഞ്ഞു. വരുന്നതനുസരിച്ച് ആൾക്കാരെ ഇങ്ങനെ അടുത്തടുത്തിരുത്തുകയാണ്. മെസ്സേജിന് മുമ്പ് ഒരു പാട്ട് പാടിയപ്പോ അവൻ ദൈവശക്തി ആ കൂട്ടായ്മയ്ക്കകത്തോട്ടാണ്. കാറ്റടിച്ച പന്ത് തെറിച്ചതുപോലെ ജനം ആത്മാവിൽ തെറിക്കാൻ തുടങ്ങി. ഉപവാസത്തിന്റെ 17ാമത്തെ ദിവസമല്ലേ? നോക്കി എന്റെ വൈഫ് ഷൈനി ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരം വന്ന് ഉദരത്തുമേൽ അടിച്ചു. വിചാരിച്ചത് അടുത്തിരുന്ന ആന്റി അവൻ കൈയടിച്ചപ്പോ അവൻ കൈ വന്ന് കൊണ്ടതാണെന്ന് വിചാരിച്ചു. പക്ഷെ ദൈവത്തിന്റെ കരമായിരുന്നു. അടുത്ത ദിവസം സ്കാനിങ്ങിന് ചെന്നപ്പോ ട്യൂബിൽ നിന്ന് കുഞ്ഞ് യൂട്രസിലേക്ക് മാറി. നമ്മുടെ ആരാധന അഞ്ചാനികൾ നടക്കുന്നതാണ്. ാകുമെന്നും നശിപ്പിച്ച് കളയണമെന്നും ഇല്ലാതാക്കണമെന്നും ഒരു ഭാഗത്ത് ശത്രു വാദിച്ചപ്പോ പറയട്ടെ, ക്യാമ്പയും മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുക. രാത്രിയിൽ വലിയ വിടുതലുകൾ അവിടെ നടക്കുന്നു. ഏറ്റെടുത്ത് സ്വോത്രം പറയാൻ കഴിയുമ്പോൾ ജോലിയോടുള്ള ബന്ധത്തിന് നമുക്ക് ഈ ദൂതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് വരാം. 23-ാം അധ്യായം 12-ാമത്തെ വാക്യത്തെ വായിച്ചു. കഴിഞ്ഞ രാത്രി കേട്ട ദൈവശബ്ദത്തിന് വിരോധമായിട്ട് ഉയർന്നു വരുന്ന ചിന്തകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. 23-ന്റെ 16. നേരം വെളുത്തപ്പോ ചില യഹൂദന്മാര് കഴിഞ്ഞ രാത്രി കേട്ട ദൈവശബ്ദം എന്താ? 23-ന്റെ 13 വായിച്ചേ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. കൈവന്റെ സിംഹാസനമുള്ള റോമ പട്ടണത്തിൽ ഞാൻ നിന്നെ കൊണ്ടു നിർത്തുമെന്ന കഴിഞ്ഞ രാത്രി കേട്ട ദൈവശബ്ദം. പിറ്റേ ദിവസം രാവിലെ 40 ചെറുപ്പക്കാർ കൂടി ഒരു തീരുമാനം. എന്താ തീരുമാനം? പൗലോസിനെ കൊന്നുകളയാതെ ഇന്നത്തിലില്ല ഒരു ശബ്ദം ചെയ്തിരിക്കും. വാഗ്ദത്തം വലുതാണെങ്കിൽ പോരാട്ടവും വലുതായിരിക്കും. ചെറിയ വാഗ്ദത്തമാണെങ്കിൽ ചെറിയ പോരാട്ടം ഉണ്ടാകും. പ്രതിബദ്ധങ്ങൾ നിങ്ങളെ മാത്രം ചുറ്റിപ്പറ്റി ഇന്ന് രാത്രിയില് അവനായിരിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോട്. ദൈവാത്മാവ് പറയുന്നത്, സഹോദരി സഹോദരൻ, അതിന്റെ വാഗ്ദത്തം അത്രയ്ക്കും വലുതാ. ചില വാഗ്ദത്തങ്ങൾ നമ്മൾ കാത്തിരുന്നാൽ മതി. അബ്രഹാം 25 വർഷം വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്തു? അതുകൊണ്ടൊരു ഭക്തൻ പറഞ്ഞത്, സാറാ തന്റെ ഗർഭപാത്രത്തിൽ ഇസ്ഹാക്കിനെ 10 മാസം ചുമന്നെങ്കിൽ അബ്രഹാം തന്നെ വിശ്വാസം തന്റെ ഗർഭപാത്രത്തിൽ ഇസ്ഹാക്കിനെ 25 വർഷം ചുമന്നു. ഞാനൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഭാവവ്യത്യാസം.
അവിടെ ഒന്നോടെ പറയാം. സാധാരണ ഗർഭപാത്രത്തിൽ ഇസഹാക്കിനെ 10 മാസം ചുമന്നെങ്കിൽ അബ്രഹാം തന്റെ വിശ്വാസത്തിന്റെ ഗർഭപാത്രത്തിൽ 25 വർഷം രാത്രിയിലെ വാക്കത്തെ ചുമന്ന് ഇതിനെ തിരിക്കുന്ന ദൈവമക്കളുണ്ട്. തൊട്ടാൽ നടന്നുകൊണ്ടിരിക്കുക. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാത്ത പ്രിയപ്പെട്ടിട്ടുണ്ട്. കൊതിക്കണം. ദിവസങ്ങൾ കടന്നു പോകുന്നിടത്തൊക്കെ അനേകർ അഭിഷേകം പ്രാപിക്കുന്ന സഭയിൽ നടക്കണം. അടുത്ത സെക്ഷനുകളിൽ നമ്മൾ അതിനുവേണ്ടി ഇവിടെയൊക്കെ സമയം പറഞ്ഞിരിക്കുന്നു. ആത്മശക്തി വ്യാപരിക്കണം. ചിലതിന്റെ ചരിത്രം മാറ്റുന്നത് ദൈവം. നാൽപ്പത് ചെറുപ്പക്കാർ കൂടി തീരുമാനിച്ചു പൗലോസിനെ കൊന്നുകളയാൻ തിന്നത്തില്ല, ശബ്ദമാണ്. പൗലോസിനെ എപ്പോ കണ്ടാലും കൊന്നുകളയും. എന്താ സംഭവിച്ചതറിയാ? പൗലോസിന്റെ പെങ്ങട പോലെ എങ്ങനെയോ ഈ കൂട്ടുകെട്ടിനെ പറ്റി മണത്തറിഞ്ഞു. കോട്ടയത്ത് ശതാധിപനോട് പറഞ്ഞു, ശതാധിപൻ സഹസ്രാധിപനോട് പറഞ്ഞു, ഒറ്റ വാക്കി പറഞ്ഞാൽ 40 ചെറുപ്പക്കാരെടുത്ത അവൻ കൂട്ടുകെട്ടിനെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം പൊളിച്ചു. ആരെങ്കിലും സ്തോത്രം പറയുന്നു. നിങ്ങളുടെ ഭാവികത്തിനെ, വാഗ്ദത്തങ്ങൾക്കെതിരെ, തലമുറയ്ക്കെതിരെ, ജോലിക്കെതിരെ ശക്തികൾ ഇന്ന് രാത്രി എത്ര ഒന്നാമത്തെ രാത്രി ദൈവാത്മാവ് ഇന്ന് രാത്രി സ്വർഗത്തിലുള്ള പോളിച്ച് രാത്രി ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ ഒരിക്കൽ തന്നെ ആത്മീയ ശുശ്രൂഷയുടെ ഒരു ശുശ്രൂഷ ചെയ്യാനാണ് ഞാൻ ഇവിടെ വിളിക്കുന്നത്. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് നിന്നാൽ ഇത് നടക്കുന്ന രാത്രി കുത്തികെട്ടുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കും. വിരോധമായി ചൂടാക്കുന്ന ഓരോ ഭരിക്കത്തില്ലെന്ന്
ശ്രദ്ധിക്കണേ, 40 ചെറുപ്പക്കാരെടുത്ത തീരുമാനത്തെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം പൊളിച്ചു ചെയ്യണം. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ലെന്ന്, ഫലിക്കത്തില്ലെന്ന്, ഫലിക്കത്തില്ലെന്ന്. അപ്പൊ ഇത് ബലപ്പെട്ടാ മതി, ശക്തി ഒന്ന് കൂടിയാ മതി. യശയ്യാപ്രവചനത്തിൽ നമുക്ക് അറിയാവുന്ന വാക്യം 10 അധ്യായം 27 വാക്യം വായിച്ചു. യശയ്യാപ്രവചനം 10:27 നമുക്ക് അറിയാവുന്ന ഒരു വാക്യം. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. നോക്കാൻ പറയുന്നു. അന്നാളിൽ അശൂരിന്റെ, അന്നാളിൽ അവന്റെ ചുമട്, അടിമത്തത്തിന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. അടുത്ത വാക്യം, ദുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. Anointing break the yoke. അഭിഷേക നിമിത്തം മുഖം തകർന്നു. ഒരു സ്തോത്രം പറയുമോ? ജയം, ജയം. അഭിഷേക നിമിത്തം, പുഷ്ടി നിമിത്തം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു കമ്പി വടി, അവിടേക്കൊരു കയർ നമ്മൾ കെട്ടുന്നു. വെളിയിലൊരു ജീവനിലൊരു വൃക്ഷം, ഒരു മാവ് മരത്തിലേക്ക് ആ കയർ കൊണ്ട് കിട്ടും. ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ്, 3 ആഴ്ച കഴിഞ്ഞു. എന്താ സംഭവിക്കുന്നത്? ഈ കമ്പി വടിയെ കെട്ടിയിരിക്കുന്ന കയറിന് വല്ല മാറ്റമുണ്ടോ? ഇല്ല. പക്ഷെ വെളിയിൽ നിൽക്കുന്ന മരത്തെ കെട്ടിയിരിക്കുന്ന കയറോ? കണ്ടിട്ടില്ലയോ? ഈ മരം വണ്ണം വെക്കുന്ന അനുസരിച്ച് ഇതിനെന്താ ചെയ്യും? കയറി മുഴുവൻ. ഒരു ദിവസം ആരും ഒന്നും ചെയ്യണ്ട, തന്നെ എന്ത് ചെയ്യും? ഇതാണ് സംഭവിക്കുന്നത്. ആത്മാവിനത് പുഷ്ടിപ്പെടാമോ? നമ്മൾ വന്ന് അടുത്തിരിക്കുന്ന ആൾ പോലും അറിയത്തില്ല. കഴിഞ്ഞിട്ട് വരുന്നതിന് മുമ്പേ പുല്ലൂരിന്റെ അപ്പുറത്ത് നൂൽപ്പാലം എന്ന സ്ഥലം നമ്മുടെ TJ ശമ്പൽ സാറിന്റെ ഒക്കെ മാതൃസ്ഥാനം ശുശ്രൂഷിച്ചത്. അവിടെ കൂടുതൽ ഈ മുസ്ലിംസ് ഏറിയ അവിടുത്തെ ഫാസ്റ്ററോടെ തൊട്ടടുത്ത മുസ്ലിമിന്റെ ഒരു മുസ്ലിയാൻ പറഞ്ഞൊരു കാര്യം എന്നോട് പറഞ്ഞു. പണ്ടൊക്കെ ദൈവമക്കൾക്കെതിരായിട്ട്, ബന്ധുപ്പുസ്തകർക്കെതിരായിട്ട് ഞങ്ങൾ പണി ഒപ്പിക്കുന്നതിന് മുമ്പേ അവര് മനസ്സിലാക്കുകയായി. അപ്പൊ പണി ഏറ്റിട്ടേ അവരെ അറിയത്തുള്ളൂ. സ്വത്രം ഞങ്ങളുടെ പണി പറ്റിച്ചിട്ട് ഇപ്പൊ അവര് അത് കഴിയുമ്പോ നമ്മൾ പ്രാർത്ഥന അടി കിട്ടിയിട്ട് അവള് ഉപസിക്കും. പക്ഷെ നേരത്തെ ഉള്ള തലമുറ എങ്ങനെയാണെന്ന് അറിയാമോ? ഞങ്ങൾ പണി ഒപ്പിക്കുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്യും? ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരണം. സ്വത്രമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടണം. കൈയടിയൊക്കെ ഒന്ന് പുഷ്ടിപ്പെടണം. കാണാനോ ഭക്തിന് ഓളം ഉണ്ടാക്കാനോ ഒന്നും അല്ല. ആത്മശക്തി നമ്മുടെ മേലത് വ്യാപരിക്കണം. അപ്പോസ്തലന്മാരെ പിടിച്ച് കാരാഗൃഹത്തെ അടച്ചില്ലയോ? കാലാപത്തി കിടക്കുന്നു, കയ്യിലൊക്കെ ചങ്ങല. അർദ്ധരാത്രി സമയത്ത് അവർ പാടി സ്തുതിച്ചപ്പോ വായിച്ചിട്ടുണ്ടല്ലേ? വലിയ ഭൂകമ്പം ഉണ്ടായി. വലിയ ഭൂകമ്പം ഉണ്ടായി. വായിച്ചിട്ടുണ്ടോ? വലിയ ഭൂകമ്പം ഉണ്ടായി. വാസ്തവത്തിൽ കാരാഗ്രഹത്തിൽ ഭൂകമ്പമാണോ ഉണ്ടായത്? വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഓടിളക്കി മണ്ടയ്ക്ക് വീണ് ഇതുങ്ങളൊക്കെ ചത്തുപോത്തിരിക്കും. സ്വോത്രം. ഈ എഴുത്തുകാരും ഭൂകമ്പം എഴുതിയത് ഈ ദൈവ സാന്നിധ്യം കണ്ടപ്പോ വാസ്തവത്തിൽ അവിടെ അടങ്ങിയ ദൈവശക്തിയാണ്. കാലഘട്ടത്തിന് അടിസ്ഥാനം കുടുങ്ങി, ചങ്ങലകൾ വീണു. ഇന്ന് രാത്രി ദൈവമക്കളെ ആരാധന നടത്തി എന്താ വിടുതല ഇവിടെ നടക്കുന്നത്?
സന്തോഷിച്ച് ആരാധിക്കുക. സഭയോട് ദൂത് പറയാം. സ്തോത്രം. ഫിലിപ്പിയ പട്ടണത്തിൽ അതുവരെ അടക്കി ഭരിച്ചു നിന്ന്, അടക്കി വാണ് നിന്ന് അന്ധകാര ശക്തിയുടെ പൈശാചിക കോട്ട അന്ന് രാത്രി ആരാധന തകർന്നു സംഭവിച്ചത്. ദേശത്തുമേലും അടക്കി ഭരിച്ചു നിൽക്കുന്ന ഒരു അടിസ്ഥാനം തകർന്നപ്പോ എന്താ സംഭവിച്ചത്? ലുദിയ കുടുംബം വിശ്വാസത്തിൽ, വെളിച്ചപ്പാടത്തി വിശ്വാസത്തിൽ, കാര്യകൽപ്പമാണ് കുടുംബം ദൈവസഭയിൽ. ചില അടിസ്ഥാനങ്ങൾ തകരുമ്പോ സഭയ്ക്ക് അടിസ്ഥാനം വീഴും. സഭയെ നോക്കി ചില കൂട് പറയാൻ കൂടെ ദൈവം അടിപ്പിച്ചു കൊണ്ടുവരും. സഭയ്ക്ക് ദൈവം അടിസ്ഥാനമിടും. എന്നാൽ അതിന് മുമ്പേ ശക്തികൾ തകർന്നു മാറും. എന്താ സംഭവിച്ചത്? 27 അധ്യായത്തില് സ്തോത്രം. ഹല്ലേലൂയ. റോമിലേക്കുള്ള യാത്രയാണ്. ഈശാനം വന്ന കൊടുങ്കാറ്റ് ശക്തിയോടടിച്ച് വടക്ക് മുങ്ങത്തക്കതായ വലിയ കൊടുങ്കാറ്റ് അമരം തകരുന്നു. ഭാരം വഹിക്കാൻ വേണ്ടി കപ്പലിലെ സാധനം എല്ലാം എടുത്ത് വെളിയിൽ കടലിലെറിയ. വാഗ്ദത്തമുള്ളവർ യാത്ര ചെയ്യുന്ന വാഹനത്തോട് പോലും പോരുണ്ടെന്ന് രക്തത്തിലൊക്കെ മുദ്ര ഇല്ലോടെ ഞാൻ പറയാം. വാഗ്ദത്തമുള്ളവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളോട് പോലും വ്യാപരിക്കുന്ന പോലെ സഭ യേശുവിന്റെ രക്തത്തിൽ
കൊടുങ്കാറ്റ് ശക്തമായിട്ട് അടിക്കും. 14 ദിവസമായി സൂര്യനെ കണ്ടിട്ട്, നക്ഷത്രങ്ങളെ കണ്ടിട്ട്, ഭക്ഷണം കഴിച്ചിട്ട്. അന്ന് രാത്രി കാരാഗ്രഹത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ, കർത്താവിന്റെ ദൂതൻ കപ്പലിലോട്ട് ഇറങ്ങി വന്നിട്ട് പൗലോസിനോട് പറയും, പൗലോസ് ധൈര്യമായിരിക്കണം. സ്തോത്രം. നീ ക്രൈസ്തവന്റെ മുമ്പാകെ നിൽക്കും. പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചത്. രക്ഷപ്പെട്ട് 28 അധ്യായത്തിലേക്ക് വന്ന് ചില ദൂതോടൊപ്പം നമ്മൾ ആരംഭിച്ചു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മാൾട്ടാ ദ്വീപ് ചെറിയത്. അവിടുത്തെ ബർബരന്മാര് അസാധാരണമായ, ഞാൻ ആ ഭാഗം പഠിച്ചപ്പോ ഈ ബർബരന്മാരെ ദേഹാണിക്കുന്ന പാർട്ടിയല്ല, അതൊരു തുറമുഖ പട്ടണമല്ല. കപ്പൽ ചേർന്ന് നടക്കുമ്പോൾ ആൾക്കാർ ചെറിയ ബോട്ടിൽ വന്ന് കയറുന്ന ഇടമാണ് ഈ മാൾട്ടാ ദ്വീപ് എന്ന് പറഞ്ഞത് അന്നത്തെ കാലഘട്ടം. അപ്പൊ ഈ കയറി വരുന്നവരുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരെ ഉപദ്രവിച്ച് പിടിച്ചു വാങ്ങിക്കുന്ന ബർബരന്മാരെ, കൃപയുള്ളവൻ, അഭിഷേകമുള്ളവൻ മെലിത്ത പട്ടണത്തിൽ ചെന്നപ്പോൾ അസാധാരണമായ കൃപ കാണിച്ചു. ബന്ധത്തിൽ ദൈവമക്കൾ പഠിച്ചാല് 3 ഭാഗത്ത് ഈ അസാധാരണ എന്നുള്ള പദമുണ്ട്. ഒന്ന് അസാധാരണ കഷ്ടം, മറ്റൊരു ഭാഗമുണ്ട് അസാധാരണമായ വീര്യപ്രവർത്തികൾ, മറ്റൊരു ഭാഗമാണ് അസാധാരണമായ ദയ. ഈ മഴ ശീലമൊക്കെ നിമിത്തം കൊടുങ്കാറ്റിനകത്ത് അകപ്പെട്ട് ശരീരമെല്ലാം നനഞ്ഞ് കൊതുത്ത് ദ്വീപിലേക്ക് എന്നപ്പം ഈ ബർബരന്മാർ കാണിച്ച ദയ ശ്രദ്ധിച്ചോ, വിറക് പറക്കി ഇങ്ങനെ കൂട്ടി തീ കായാനായിട്ട്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പൗലോസ് വിറക് പറക്കി തീ കാത്തി ഒരു ദൈവമായിട്ട് തീ കെടുത്തുന്നവനാകരുത്, തീ കത്തിക്കുന്നു. പൗലോസ് വിറക് പറക്കി വിളിച്ചു. സ്വത്രം. ഇന്ന് രാത്രി ഇത്രയും പേര് വിറകങ്ങോട്ട് പറക്കി തീ കത്തിച്ച തീയുടെ ചൂട് കൂടുതലും. ഞാനവിടെ പഠിച്ചപ്പോ ഒരു 100 ദയ്യാത്മാത അത് പറയാനായിട്ടാണ് വരുന്നത്. ഇന്ന് രാത്രി ആരാധന വന്ന് ചുമ്മാ ഇരുന്നിട്ട് പോകരുത്. ഇന്ന് പറഞ്ഞ ഏത് മീറ്റിംഗ് ആണെങ്കിലും പറയാൻ കൈ അടിക്കണം. അഭിഷേകം അന്യഭാഷമാണ്. ഈ രാത്രി തീയുടെ ചൂട് അങ്ങോട്ട് കൂടിയപ്പോ അകത്തൊരു പുള്ളി ഇരിക്കാൻ പറ്റുന്നില്ല. ആരാ? ഈ വിറകിന്റെ തണുപ്പ് പറ്റി തുറ കൂടി പുള്ളി അകത്തിരിക്കും. ചില വീടുകളിലൊക്കെ അവരെ ഗ്രഹിക്കാൻ ഭയങ്കര എളുപ്പം. സ്വോത്രം. അവര് കൈയടിക്കുന്നത് അത്ര എന്നറിയോ? തണുപ്പ് വെച്ചിരിക്കുക, തണുപ്പ് വെച്ചിരിക്കുക. ദ്വീപിൽ ഇന്നലെ ഒത്തിരി എണ്ണത്തെ ആത്മീയമായിട്ട് ഒത്തിരി മാറ്റി അകലിയ ഒത്തിരി എണ്ണത്തിന്റെ കയ്യടി മുടക്കിയവനാണ്. ഇങ്ങനെ ചൂടങ്ങോട്ട് കൂടിയപ്പോഴത്തേക്ക് ഇവന് അകത്തിരിക്കാൻ പറ്റുന്നില്ല. വിളിച്ചാണ് ആരുടെ കയ്യിൽ തന്നെ കരുതുന്നു.
പറഞ്ഞേ സമയായോ അതൊക്കെ പറയുന്നത് ഞാൻ ചെയ്യുന്നത് പൗലോസിന്റെ അയ്യ തന്നെ കേട്ടുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഇത് വ്യാഖ്യാനിക്കാൻ പറയട്ടെ, നമുക്ക് ഇച്ചിരി വെളിപ്പാട് കുറവാണെങ്കിൽ അണലിക്ക് കറക്റ്റ് വെളിപ്പാട്. ഇതിനകത്ത് വാക്തത്വമുള്ള ആരെയുള്ളൂ? 276 പേർക്ക് എന്താ വാക്തത്വം? കപ്പലുകാർക്ക് എന്താ വാക്തത്വം? വാക്തത്വമുള്ളവനാണ് പറയണ്ടേ. കൈസറിന്റെ സിംഹാസനമുള്ള കൊട്ടാരത്തിൽ രാത്രി പോലെ ശുശ്രൂഷിക്കേണ്ടവനാണ്. ജയം ഞാൻ പറയാവുന്ന ദൂതി ഞാൻ പറയാം. വാസ്തവത്തിൽ ഈ തണുപ്പ് മാറാൻ ബർബരന്മാരുണ്ടാക്കിയ തീ മതിയായിരുന്നു. തണുപ്പ് മാറാനേ ബർബരന്മാരുണ്ടാക്കിയ തീ മതിയായിരുന്നു. പക്ഷേ പൗലോസ് അവര് കാണാത്ത ഒരുത്തരെ കണ്ടു. ബർബരന്മാരെ കാണാത്ത പുള്ളിയെ പുറകിനകത്ത് പൗലോസ് കണ്ടു. നിമിഷം അവൻ എനിക്കെതിരായിട്ട് വരും. പൗലോസിയാണെങ്കിൽ എവിടെ കുറഞ്ഞു? ഞാനിങ്ങനെ ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോ ഇങ്ങനെ മനസ്സിൽ കാണാറുണ്ട്. എന്റെ ഇങ്ങനെ കാണുന്ന ഈ അണലി തൂങ്ങിയെങ്കിൽ ഞാൻ എന്താ ഇതിനെ അന്നേരത്തെ വെപ്രാളത്തിൽ അടുത്തിരിക്കുന്ന ആൾക്ക് മണ്ടലോട്ട് പോയി. അവരെന്തോ ഇതിനെ അടുത്ത ആളുടെ മണ്ടയപ്പെടും. ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് 276 എണ്ണത്തെ എന്തോ കഴിക്കണം. സ്തോത്രം. അതിലൊക്കെ പൗലോസ് അഡ്വാൻസായിട്ട് വിഷയം അടുത്തിരിക്കുന്ന ആളുടെ മണ്ടയെ കുടഞ്ഞാൽ ഇത് നടക്കത്തില്ല. തീ കൂട്ടാമോ? വിഷയം കൊണ്ടുവരാമോ? വിഷയം കൊണ്ടുവരാമോ? രക്ഷിച്ചില്ല. സ്തോത്രം. പൗലോസ് ആണലിയെ തീക്കകത്ത് പറഞ്ഞു. അവിടെ കൊണ്ട് അവൻ അവസാനിച്ചു. ഇന്ന് രാത്രി ഈ ദിവസങ്ങൾ ഉയർത്തുന്ന തീ ഉണ്ടല്ലോ, ഒതുങ്ങാത്ത ചില വിഷയം ഒതുങ്ങാൻ വേണ്ടി ഇനിയും നിന്റെ നേരെ തല നോക്കത്തില്ല. ഉറപ്പ് ജോലി മണ്ഡലത്തിലാകാം,
ജീവിതത്തിലാകാം, തലമുറയുടെ ബന്ധത്തിലാകാം, ശുശ്രൂഷയുടെ ബന്ധത്തിലാകാം, ആത്മീയ വിഷയത്തിലാകാം, ഭൗതിക വിഷയത്തിലാകാം, ശാരീരിക വിഷയത്തിലാകാം, മാനസിക മണ്ഡലത്തിലാകാം. കൂടെ കൂടെ അസ്വസ്ഥപ്പെടുത്താൻ നിന്നതിന്റെ പ്രക്രിയ ഇന്ന് രാത്രി ഓദിക്കുന്ന രാത്രിയാ. കൊലപാതകൻ എന്ന് പറഞ്ഞവരും പേര് മാറ്റി പറയും, ഇവനൊരു ആരാ, ഇന്നലകൾ നിനക്ക് അവന് കുറവശങ്ങൾ കണ്ടുപിടിക്കുവാൻ നിന്നു. ഈ ദിവസം നടക്കുന്ന ദൈവപ്രവൃത്തിയുടെ മുമ്പിൽ നീ ആരാന്ന് തിരിച്ചറിയാൻ പോകും. ചെയ്തോ ചില മേഖലകളെ തൊട്ട ദൈവം അതുകൊണ്ട് പറയുന്നു, നിന്നെ കരയിപ്പിച്ച്, നിന്നെ വേദനിപ്പിച്ച്, നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ വ്യക്തിയാണ്. രണ്ട് കൂടെ പറഞ്ഞു നിർത്തി. പട്ടണത്തിൽ ആ ദ്വീപിൽ 3 മാസം അവിടുത്തെ ദേശാധിപതിയുടെ അപ്പൻ രോഗിയായി. പൗലോസിനെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പൗലോസ് പോയി ഒറ്റ പ്രാർത്ഥന, അദ്ദേഹം സൗഖ്യമായി. ആ സൗഖ്യം ആ ദേശം മൊത്തം അറിഞ്ഞു. എല്ലാവരും പ്രാർത്ഥിക്കാനായി ദൈവപ്രവൃത്തി മതി കേട്ടോ, ദൈവപ്രവൃത്തി മതി കേട്ടോ. സഭയ്ക്കകത്ത് അടങ്ങുന്ന ഒറ്റ ദൈവപ്രവൃത്തി മതി. ദേശം ആ വിടുതൽ അറിയാൻ പോയി. 3 മാസം കഴിഞ്ഞ് പൗലോസ് പോകുമ്പോ എല്ലാവരും ഏറിയ സമ്മാനങ്ങൾ കൊടുത്തു. അവരെ പാത്തേക്ക് ഒരു ദൂത് പറയാനെയാ വരുന്നത്. ഒരു കൊടുങ്കാറ്റടിച്ച് ആ കപ്പലിലുള്ള സാധനം മുഴുവനും കടലിൽ വലിച്ചെറിഞ്ഞില്ലേ, കടലിൽ ശൂന്യമായില്ലേ. ആമേൻ. ഒറ്റ ദൈവപ്രവൃത്തിയാണ് സംഭവം. ആ ശൂന്യത മുഴുവനും നിറഞ്ഞു. ഇരുപത്തിയെട്ടാം അധ്യായം 14 വാക്യം വായിച്ച് ചെയ്യാം. 28 അധ്യായം 14 വാക്യം വായിച്ചു. അവരുടെ സഹോദരന്മാരെ കണ്ട് ഞങ്ങളോടുകൂടി 7 നാൾ താമസിക്കാമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. ഒരു സ്വതന്ത്രം പോട്ടെ. പിന്നെ ഞങ്ങള് റോമയിലെത്തി. നമ്മൾ യോഗം നിർത്തുക. പിന്നെ ഞങ്ങള് സ്വതന്ത്രം സ്വതന്ത്രം ഇതിനെതിരായിട്ടാണ് 40 പേര് കൂട്ടുകെട്ടുണ്ടാക്കി. ഇറങ്ങി വന്ന് പൊളിച്ചു കാണും. ഇതിനെതിരായിട്ടാണ് ഈശാനോട് കൊടുങ്കാറ്റടിച്ചത്. കേടി വരാൻ ദൈവം അനുവദിച്ചിട്ട്. ഇതിനെതിരായിട്ടാണ് അങ്ങനെ കയ്യെ തൂങ്ങിയത്. വിഷം തൊടാൻ ദൈവം അനുവദിച്ചിട്ട്. ഉള്ളവൻ
റോമയിലെത്തി. സ്തോത്രം പറഞ്ഞോ.